വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു MPPT-യുടെ അസംബ്ലിങ്. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പൊ ഈ PCB അതിനുശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തു. ഇപ്പൊ ഇതിന്റെ ഒന്നാം ഭാഗം എടുത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യണേന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പൊ PCB ക്ലീനർ ഉപയോഗിച്ച് ഇതിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ ഒരു 16 ആംബിയറിന്റെ ഒരു കണക്ടർ നമ്മൾ മറ്റേ ക്യാബിനിൽ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു കണക്ടർ നമ്മൾ അത്യാവശ്യമാണ്. അപ്പൊ MPPT-നെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു MPPT അസംബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ 6² വയർ നമ്മൾ കണക്ട് ചെയ്യണം. ഈ കപ്പാസിറ്ററിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് നമ്മൾ 6² എടുത്തു കൊടുക്കേണ്ടത്. ഇതാണ് ബാറ്ററി നെഗറ്റീവ്. അതുപോലെ തന്നെ തൊട്ട് ഈ സെൻസറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പോർഷൻ ഇതാണ് സോളാർ നെഗറ്റീവ്. പിന്നെ പോസിറ്റീവ് കോമൺ ആയിട്ടാണ് വരിക. അതായത് ബാറ്ററിയുടെ പോസിറ്റീവും സോളാറിന്റെ പോസിറ്റീവും കോമൺ ആയിട്ടാണ് വരിക. ബോർഡിലേക്ക് ഒരു പ്ലസ് നമ്മൾ സപ്ലൈ കിട്ടാനായിട്ട് ഒരു കണക്ഷൻ നമ്മൾ അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോർമലി വരുന്നത്. MPPT-ക്ക് എപ്പോഴും 16 ആംബിയറിന്റെ കണക്ടർ ഇട്ട് കൊടുക്കുന്നതാണ് ഇവിടെ അഭികാമ്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 30 ആംബിയറോളം കറണ്ട് വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ താങ്ങാനായിട്ട് 16 ആംബിയറിന്റെ കണക്ടറാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതുപോലെ നമ്മൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന്റെ പവർ സപ്ലൈ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം IC ഇടാനായിട്ട് പാടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പവർ സപ്ലൈ ചെക്ക് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? ബാറ്ററി കണക്ട് ചെയ്യണം. എൻ്റെ അടുത്ത് ഇവിടെ ഒരു ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ട്. അപ്പൊ ഈ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി കണക്ട് ചെയ്യാണ്. 12 വോൾട്ടിന്റെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി കണക്ട് ചെയ്യാണ്. IC ഒന്നും ഇട്ടിട്ടില്ല. മെയിൻ പ്രോഗ്രാം IC ഊരി ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണ് പവർ സപ്ലൈ ചെക്ക് ചെയ്യണമെന്ന്. ഈ പവർ സപ്ലൈ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പ്രോഗ്രാം IC അതുപോലെ LM358 IC ഈ പറഞ്ഞിട്ടുള്ള പോലത്തെ ഡ്രൈവ് IC ഇതൊക്കെ ഇടാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഞാൻ ഈ ഇൻസ്പെക്ഷൻ ആദ്യമേ തന്നെ നടത്തിയത് കൊണ്ടാണ് ഇതെല്ലാം ഇട്ടുവെച്ചിരിക്കുന്നത്. പക്ഷെ ഈ IC ഊരി വെച്ചതിന് ശേഷം എങ്ങനെയാണ് ഇതിന്റെ പവർ സപ്ലൈ ചെക്ക് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ് ടൈം ഇതിന് 2 പവർ സപ്ലൈ ആണ് വരുന്നത്. ഒന്ന് ഈ പ്രോഗ്രാം IC-നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള 5 വോൾട്ട് ഇവിടെ ഈ 12 ഈ പറയുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു 12 വോൾട്ട് സപ്ലൈ ഇവിടേക്ക് കൊടുക്കും. അതിനെ റെഗുലേറ്റ് ചെയ്ത് ഒരു 5 വോൾട്ട് സപ്ലൈ ആക്കിയിട്ട് മെയിൻ പ്രോഗ്രാം IC-നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു 5 വോൾട്ട് ഈ 7805-ൽ നിന്ന് കൊടുക്കും. അതുപോലെ തന്നെ ഇതിന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സപ്ലൈ ഉണ്ട്. അടുത്ത സപ്ലൈ എന്ന് പറഞ്ഞത് TLP, ഈ മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന TLP 250 എന്ന് പറയുന്ന മോസ്ഫെറ്റ് ഡ്രൈവർ ഉണ്ട്. അപ്പൊ ഇതിലേക്കും പവർ സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ ഇവിടെയും 12 വോൾട്ട് പവർ സപ്ലൈ ആവശ്യമാണ്. ഇവിടെ ഏകദേശം ഒരു 15 വോൾട്ടിന് താഴെ അല്ലെങ്കിൽ ഒരു 15 വോൾട്ടിനടുത്ത് പവർ സപ്ലൈ ഇതിലും അത്യാവശ്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യണേന്നുള്ളതാണ് നമ്മുടെ ഇനി കാണിച്ചു തരാനായിട്ട് പോണത്. അപ്പൊ ഇത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ SMBS-ന്റെ IC ഒഴികെയുള്ള മെയിൻ IC-കളെല്ലാം ഇടാനായിട്ട് പാടുള്ളൂ. ഇത് ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും IC-കൾ ഇട്ടിരിക്കുന്നത്. അപ്പോ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ടാക്കിയ ബാറ്ററിയാണ്. അപ്പൊ അത് ചെറിയ സെല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തു. ഓൾറെഡി ഇവിടെ IC ഊരി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ 3 LED കത്തി നിൽക്കണ്ടായിരിക്കും ഡിസ്പ്ലേയില്. ഈ ചതുരക്കട്ടകൾ ഇങ്ങനെ നിൽക്കണം. അത് പ്രോഗ്രാം IC ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിമീറ്റർ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ DC 20 വോൾട്ടിലേക്ക് നമ്മൾ മൾട്ടിമീറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന 7805-ലേക്കുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ഹീറ്റ് സിങ്കയിൽ നമ്മൾ വെക്കുക. അതിനുശേഷം ഇവിടെ
MUR ഡയോഡിന്റെ ഫ്രണ്ടില് നമ്മൾ മൾട്ടിമീറ്റർ മുട്ടിക്കുന്ന സമയത്ത് എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പൊ ജസ്റ്റ് ഇതിന്റെ മുന്നിൽ നമ്മൾ മൾട്ടിമീറ്ററിന്റെ പ്രോബ് വെക്കുകയാണ്. 12.16 വോൾട്ട് വരുന്നുണ്ട്. അപ്പോ 78.05 പവർ സപ്ലൈ ആണ് ഈ കാണുന്ന 12.16 വോൾട്ട്. അപ്പൊ ഇത് ആദ്യം എൻഷുർ ചെയ്യണം. 12.16 അതായത് 12 വോൾട്ട് 78.05 വരണം. മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് 78.05 ഹീറ്റ് സിങ്കിലേക്കും പോസിറ്റീവ് പ്രോബ് ഡയോഡിന്റെ വരെയുള്ള ഭാഗത്ത് മുട്ടിക്കുന്ന സമയത്ത് 12.16 വോൾട്ട്. അപ്പൊ ഇത്രയും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഐസിയിലേക്കുള്ള പവർ സപ്ലൈ ഓക്കെയാണ്. അടുത്തത് നമ്മുടെ TLPയിലേക്കുള്ള പവർ സപ്ലൈ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു ഡയോഡ്. ഈ ഡയോഡിന്റെ അപ്പുറത്തെ സൈഡിൽ മൾട്ടിമീറ്ററിന്റെ ഒരു പ്രോബ് വയ്ക്കുക, ഇപ്പുറത്തെ സൈഡിൽ മൾട്ടിമീറ്ററിന്റെ ഒരു പ്രോബ് വയ്ക്കുക. സെയിം 20 വോൾട്ടിൽ തന്നെ മൾട്ടിമീറ്റർ ഉറപ്പിക്കുക. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. മൾട്ടിമീറ്ററിന്റെ 2 പ്രോബ് എടുക്കുക. ഒരു പ്രോബ് ഇപ്പുറത്തെ തലയിൽ കൊടുക്കുക. 12.96 വോൾട്ട് ഉണ്ട്. കണ്ടോ? സെനർ ഡയോഡിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് 12.96 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 15 വോൾട്ടിന് തൊട്ട് താഴെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ പവർ സപ്ലൈ സെക്ഷനിൽ നോക്കാനുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങളും ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ഐസി ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രോഗ്രാം ഐസി ഇൻസെർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നെഗറ്റീവ് കേബിൾ ഒന്നും കൂടി പിടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബോർഡ് ഇതുപോലെ അസംബിൾ ചെയ്ത് നമ്മൾ ഇതുപോലെ പവർ സപ്ലൈ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു 12 വോൾട്ടിന്റെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ബൾബ് ഒരെണ്ണുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവില് നമ്മൾ കൊടുക്കുക. നെഗറ്റീവ് എന്നിട്ട് മറ്റേ തല ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് കത്തി നിൽക്കും. അതായത് ഈ നെഗറ്റീവ് സപ്ലൈയിലോ പോസിറ്റീവ് സപ്ലൈയിലോ സീരീസ് ആയിട്ട് ഈ ബൾബ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൾബ് കത്തിക്കോളും. ഇതിനകത്തെ കമ്പോണൻസിന് ഡാമേജ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനിത് ഇട്ട് കൊടുക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ ഇത് ചെക്ക് ചെയ്ത് ഷോർട്ട് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇനി ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രോഗ്രാം ഐസി ഇൻസെർട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഈ കട്ടിങ് മാർക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഈ ഐസി കിടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഐസി ഇടേണ്ടത്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, MPPTയുടെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് MPPTക്ക് അകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ 2 പോർഷൻ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ KCBയുടെ റിലേനെ ഓൺ ചെയ്യിക്കാനും ഓഫ് ചെയ്യാനും, അതായത് ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഫേസ് ഇന്നും കട്ട് ചെയ്യാൻ, അതായത് ബാറ്ററി വോൾട്ടേജ് 14.2 എത്തുന്ന സമയത്ത് ഈ റിലേ പിടിക്കുന്ന സമയത്ത് ഇവിടത്തെ എന്ത് പറയും, ഇൻവെർട്ടറിന്റെ ലൈനിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഇവിടെ വെച്ചിട്ട് റിലേയിൽ ബ്രേക്ക് ചെയ്യും. ഇവിടെ നിന്നായിരിക്കും തിരിച്ച് ഇവിടുത്തെ പിന്നിലേക്ക് പോകണ്ടാവുക. അപ്പൊ ഇവിടെ ബാറ്ററി വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിലേ ഇവിടെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്യണ സമയത്ത് വീട്ടിൽ സാധാരണ കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇൻവെർട്ടർ ഓൺ ആവും, സോളാർ പവർ, അതേസമയം MPPT ചാർജിങ് നടക്കുകയും ചെയ്യും. എല്ലാം സോളാർ മോഡിലേക്ക് ആവുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ 2 വയർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട്, ഒരു ബോഷിന്റെ ക്ലിപ്പ് എടുത്തിട്ട് ഒരു വയർ എടുത്തിട്ട് ഇവിടെ കൊടുക്കും. അടുത്ത വയറ ഈ 3ാമത്തെ പിന്നിൽ എടുത്തിട്ട് ഇവിടെ കൊടുക്കും. ബാറ്ററി വോൾട്ടേജ് എത്തുന്ന സമയത്ത് 14.2 എത്തുന്ന സമയത്ത് ഈ റിലേനെ ബ്രേക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടർ ഓൺ ആവും. അപ്പൊ ഇങ്ങനെയാണ് നോർമലി ഒരു MPPTയുടെ വർക്കിംഗ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ. അപ്പൊ ഇതൊരു 3-4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പവർ സേവിങ് മോഡിലേക്ക് പോയിട്ട് ബ്ലാങ്ക് ആയിട്ട് നിന്നോളും. പിന്നീട് നേരം വെളുത്ത് സോളാർ പവർ വരുന്ന സമയത്ത് മാത്രമേ ഡിസ്പ്ലേ പ്രോപ്പർ ആയിട്ട് ഓൺ ആവുള്ളൂ.
ഈ ഒരു MPPT-യുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് 24 വോൾട്ട് പാനലുകൾ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. ചെറിയ 12 വോൾട്ടിന്റെ പാനല് 20 വോൾട്ട് VOC ഉള്ള പാനലുകളൊന്നും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല. അഥവാ ചെറിയ പാനലുകൾ ഉള്ളവര് അതേപോലത്തെ 2 പാനലുകൾ സീരീസ് ചെയ്തിട്ട് മിനിമം VOC ഒരു 40 വോൾട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 38-40 വോൾട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ MPPT സുഗമമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരു 12 വോൾട്ട് 40 ആംപിയറിന്റെ MPPT നമ്മൾ അസംബിൾ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കോയിൽ വെച്ച് അസംബിൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 580 വാട്ട് വരെയൊക്കെ സുഖമായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. ഒരു വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു 200 AH അല്ലെങ്കിൽ ഒരു 240 AH ബാറ്ററി ഒക്കെ ഒരു സുഖകരമായിട്ട് ചാർജ് ചെയ്യാനായിട്ട് MPPTക്ക് പറ്റും. എന്നിട്ട് ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഇവിടുന്ന് സപ്ലൈ എടുത്തിട്ട് ഫാൻ കറങ്ങി ഇതിനെ കൂളാക്കിക്കോളും. നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മോസ്ഫെറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഹീറ്റ് ആവില്ല. നല്ല രീതിയിൽ എഫിഷ്യൻസി ഉള്ള ഒരു MPPT ആണ്. ഇനി നമുക്ക് ഇതിന്റെ കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ജസ്റ്റ് ഈ കാലിബ്രേഷന്റെ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുന്ന വഴി കാലിബ്രേഷനിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ നിൽക്കണു. ബാറ്ററി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 12 വോൾട്ടിന്റെ. അപ്പൊ 24 വോൾട്ട് ആക്കണമെങ്കിൽ നമുക്ക് 24 വോൾട്ട് ആക്കാം. ഈ പ്ലസോ മൈനസോ ഞെക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കയറിക്കോളും. ബാറ്ററിയുടെ വോൾട്ടേജ് 13.2. അപ്പൊ നമ്മൾ ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയിൽ നോക്കുക ബാറ്ററി വോൾട്ടേജ് എത്രയാണെന്ന്. അതിനനുസരിച്ച് ഇതിൽ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തത് സോളാർ വോൾട്ട്. അതായത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിന്റെ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എത്രയാന്നുള്ളത് അളക്കുക. ആ വോൾട്ടേജ് നമ്മൾ ഇവിടെ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇത് എൻ്റർ ബട്ടൺ ആണ്. ഇത് പ്ലസ് ഇത് മൈനസ്. അടുത്തത് SMPS ഔട്ട്പുട്ട്. SMPS ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഫിക്സഡ് ആയിരിക്കും 12 വോൾട്ട് എന്നുള്ളത്. S0 എന്ന് പറയുന്നത് 0.3 വെക്കുക. കാരണം ഏർലി മോർണിംഗിൽ സോളാർ വോൾട്ടേജ് ഡിറ്റക്ട് ചെയ്യണ ആംബിയർ ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. SPAN എന്ന് പറയുന്നതാണ് ഈ ആംബിയർ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഓൾറെഡി ആദ്യമേ തന്നെ കെടുക്കണ്ടാവുക 200 ആയിരിക്കും കെടുക്കണ്ടാവുക SPAN. അപ്പൊ നമ്മൾ അങ്ങനെ ഇട്ടതിന് ശേഷം ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്തിട്ട് ഇവിടെ എത്ര ആംബിയർ കാണിക്കുന്നുണ്ടോ നോക്കുക. അതേ സെയിം ആംബിയർ തന്നെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടോ നോക്കുക. അപ്പൊ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആംബിയറിൽ ക്ലാമ്പ് മീറ്ററിൽ കാണിക്കുന്ന ആംബിയറും തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസോ മൈനസോ അടിച്ച് ഈ പറഞ്ഞിട്ടുള്ള പോലെ SPAN കൂട്ടോ കുറയ്ക്കുകയോ ചെയ്ത് ആംബിയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് കറണ്ട് സെലക്ഷൻ. അത് 40 ആംബിയറിൽ തന്നെയാണ് വരേണ്ടത്. ബാറ്ററി ഫുൾ ചാർജ് 14.2 ആണ് നമ്മൾ സെറ്റ് ചെയ്യുക. VOC മാക്സിമം 60 വോൾട്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. റിലേ മിനിമം അത് 11.8. അതായത് നമ്മൾ 14.2 എത്തുന്ന സമയത്താണ് ഈ റിലേ കട്ടായിട്ട് KICBന് ബ്രേക്ക് ചെയ്തിട്ട് സോളാർ മോഡിലോട്ട് പോണത്. തിരിച്ച് KICB മോഡിലേക്ക് എപ്പോൾ വരണം എന്നുള്ളത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് 11.8ലാണ്. റിലേ മാക്സിമം 14.2 ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് കട്ടാവണ റേഞ്ച്. കിലോ വാട്ട് സെലക്ഷൻ 1, അതേപോലെ ഓട്ടോ ഇൻ 1x. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ള കാലിബ്രേഷനിൽ. ചെയ്ത് കഴിഞ്ഞാല് ഡിസ്പ്ലേയിൽ ആംബിയർ വരും. ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആംബിയർ നോക്കുക എത്ര വരണേന്നുള്ളത് നോക്കുക. ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആംബിയർ എന്ന് പറയുന്നത് 18.7 ആണ്. ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ആംബിയർ എന്ന് പറയുന്നത് 18. ഇപ്പൊ ഒരു 1 ആംബിയറിന്റെ ഡിഫറൻസ് ഒന്നും കുഴപ്പമില്ല. അത് കൂടുതലിരുന്നാലോ കുറഞ്ഞിരുന്നാലോ കുഴപ്പമില്ല. ഒരുപാട് വ്യത്യാസം വരരുത്. 1 ആംബിയർ ഒക്കെ അനുവദനീയമാണ്. അതായത് ക്ലാമ്പ് മീറ്ററിൽ 17 ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ
ഇതിലിപ്പോ ഒരു 16 15രയോ 16 ആയാലും കുഴപ്പമില്ല. ഒരു 1 ആംപിയർ എപ്പോഴും നമ്മൾ MPPT-ക്ക് അകത്ത് കൂട്ടി വെക്കണം. കാരണം ഏർലി മോർണിംഗ് ഡിറ്റക്ഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിബ്രേഷൻ കംപ്ലീറ്റ് ആയി.